നമസ്കാരം, ഞാൻ സിറിൽ കൃഷ്ണ, ഡയറ്റീഷ്യൻ, നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഒരു മാസം കൊണ്ട് ഒരു ഹെൽത്തി ഡയറ്റിലൂടെ എങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാമെന്ന് നോക്കാം. ഇപ്പം ഒട്ടുമിക്ക ആളുകളിലും കാണുന്നതാണ് ഓവർ വെയിറ്റ് അഥവാ ഒബിസിറ്റി. ഇത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ, കൊളസ്ട്രോള്, ഹെർട്ട് ഡിസീസ് കാര്യങ്ങളൊക്കെ. ഇത് ആളുകളിൽ ഒരുപാട് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡയറ്റിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എപ്പോഴും നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വേണം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇനഫ് ആയിട്ടുള്ള കാർബ്സ്, പ്രോട്ടീന്, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി അതുപോലെ മാൽന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ ഫാറ്റി ലിവർ, കൊളസ്ട്രോള്, ഹെർട്ട് ഡിസീസ് കാര്യങ്ങളൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാനും പറ്റും. കാർബോഹൈഡ്രേറ്റിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സിമ്പിൾ കാർബ്സ് ഒഴിവാക്കിയിട്ട് കോംപ്ലക്സ് കാർബ്സ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോട്ടീൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് മീറ്റ്, ഫിഷ്, പോൾട്രി, എഗ്ഗ്, മിൽക്കും മിൽക്കിന്റെ പ്രൊഡക്ട്സും ആണ്. നെക്സ്റ്റ് വൺ ആണ് ഫൈബർ. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ മെയിൻ ആയിട്ടും വരുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, സീഡ് ഐറ്റംസ് ഒക്കെയാണ്. അടുത്തതാണ് ഗുഡ് ഫാറ്റ്. ഗുഡ് ഫാറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്ത് ഫുഡ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിപ്പം ഹെൽത്തി ഫുഡ് ആണെന്നുണ്ടെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ളതും. എപ്പോഴും നമ്മൾ സ്മോളർ ആയിട്ടുള്ള പ്ലേറ്റ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കൂടാതെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് വാട്ടർ ഇൻടേക്ക്. 2.5 to 3 liters ഓഫ് വാട്ടർ നമ്മൾ ഒരു ഡേയിൽ എടുക്കണം. നെക്സ്റ്റ് വൺ ആണ് നമ്മൾ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഒരു 6 to 7 hours വരെ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഡയറ്റിൽ നമ്മൾ മെയിൻ ആയിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, റിഫൈൻഡ് ഫുഡ് ഐറ്റംസ്, ബേക്കറി പ്രൊഡക്ട്സ്, മൈദയുടെ പ്രൊഡക്ട്സ്, പിന്നെ ഷുഗറി ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡെയിലി ചെയ്യാന്നുള്ളത്. 30 to 40 minutes ഇൻ എ ഡേയിൽ ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് വൺ ആണ് നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യാന്നുള്ളത്. മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി മോർണിംഗ് ടൈമിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഏതൊരു ഡയറ്റ് നമ്മൾ എടുക്കുമ്പോഴും ഒരു ഡയറ്റീഷ്യന്റെ അഡ്വൈസ് പ്രകാരം മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓരോരുത്തരുടെ ബോഡി ടൈപ്പും ഡിഫറെന്റ് ടൈപ്പ് ആയതുകൊണ്ട് അവർക്ക് വേണ്ട കലോറീസും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു ഡയറ്റ് എടുക്കുമ്പോഴും എപ്പോഴും ഡയറ്റീഷ്യന്റെ അഡ്വൈസ് പ്രകാരം മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്